ഏറ്റവും ആദരണീയനായ ഈ മാർച്ചിൻ്റെ ഈ റാലിയുടെ അധ്യക്ഷൻ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS തങ്ങൾ, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ, ഫ്രട്ടേണിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിത്ത്, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് അമീൻ യാസർ ഹാദി, ജില്ലാ നേതാക്കന്മാരായിട്ടുള്ള ഹംന ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരു സംശയവും വേണ്ട, നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ ആവശ്യത്തെ, നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ സമരമുന്നയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആവശ്യം നീതിയെ സംബന്ധിച്ച ആവശ്യങ്ങളാണ്. ആ ആവശ്യമെന്ന് പറയുന്നത് ഐക്യ കേരളത്തിലെ ഏത് നാട്ടിലെയും ഏത് പ്രദേശത്തെയും വിദ്യാർത്ഥികൾ ലഭിക്കുന്നത് പോലെയുള്ള പഠനാവസരങ്ങളും പഠനാവകാശങ്ങളും മലബാറിലെയും മലപ്പുറത്തെയും വിദ്യാർത്ഥികൾക്ക് കൂടി ലഭിക്കണമെന്ന നീതിയുടെ ന്യായത്തിൻ്റെ ആവശ്യമാണ് ഈ സമരം ഈ നാടിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാടിനോട് സൂചിപ്പിക്കുന്നു, ഈ നാടിൻ്റെ ഭരണകൂടങ്ങളോട് സൂചിപ്പിക്കുന്നു, ഈ നാടിൻ്റെ ഭരണകൂടങ്ങളെ സംരക്ഷിക്കുകയും അതിൻ്റെ കാവൽ പട്ടികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ മുഴുവൻ അധികാരവൃത്തത്തെയും സൂചിപ്പിച്ചുകൊണ്ട്, സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു, ആ ആവശ്യത്തെ ഈ നാട്ടിൽ ഞങ്ങൾ നേടുമെന്ന് ഈ നാടിനോട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഈ സമരം ഞങ്ങൾ ഒരുപാട് ധീരന്മാരായ പോരാളികളുടെ പോരാട്ടങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത സമരമാണ്. മലബാറിലെ വിദ്യാഭ്യാസ അവകാശ സമരം വെറുമൊരു സീസണുകൾ തോറും ഞങ്ങൾ രൂപപ്പെടുത്തുകയും ഞങ്ങൾ നടത്തുകയും ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സമരത്തിന്റെ പേരല്ല. ഈ സമരം ഒരു രക്തസാക്ഷി സൃഷ്ടിച്ച സമരമാണ്. നിങ്ങൾക്കറിയില്ലേ, പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഉദ്ഘാടനത്തിൽ പറഞ്ഞല്ലോ. പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവർ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞ വർഷം അലോട്ട്മെന്റുകളെല്ലാം അവസാനിപ്പിച്ച് എല്ലാം നോക്കി ആവശ്യമായി ആഗ്രഹിച്ച ആ ഒരു സ്കൂളുകളിൽ പോലും പഠിക്കാനുള്ള അവസരങ്ങളില്ലാത്ത അലോട്ട്മെന്റ് സ്ലിപ്പുകൾ സ്വീകരിച്ചതിന് ശേഷം സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് ഭരണകൂടങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചത് കൊണ്ട് മാത്രം ജീവിതം അവസാനിപ്പിച്ച് ഈ രാജ്യത്ത് നിന്ന്, ഈ കാലത്ത് നിന്ന്, ഈ ലോകത്ത് നിന്ന് കടന്നുപോയൊരു പെൺകുട്ടിയുടെ പേരാണ് ഹാദി റുഷ്ദ. ഞാൻ സൂചിപ്പിക്കുന്നു, ഈ രാജ്യത്ത് നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ നാട് മലബാർ വിദ്യാഭ്യാസ അവകാശ പ്രക്ഷോഭത്തിന്റെ ധീരതയായ രക്തസാക്ഷിയുടെ പേരാണ് ഹാദി റുഷ്ദ എന്ന പേര്. ആ രക്തസാക്ഷിയുടെ പേരിനെ ഈ നാടിനോട് അഭിമാനപൂർവ്വം സൂചിപ്പിച്ച് ഞങ്ങൾ ഈ നാടിന് ഉറപ്പ് നൽകുന്നു, ആ രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വം വെറുതെയാകില്ല. ഈ നാടിന്റെ നീതിയുടെ ആവശ്യം ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. രക്തസാക്ഷികൾ മാത്രമല്ല, ഞങ്ങളുടെ നേതാക്കന്മാരുടെ രക്തം ഈ മണ്ണിലൂടെ ഒഴുകിയിട്ടുണ്ട്. ഞങ്ങളുടെ ധീരരായ പോരാളികൾ ഈ നാട്ടിലെ മലബാറിലെ മുഴുവൻ ജില്ലകളിലെയും ജയിലറകളിൽ അന്തിയുറങ്ങിയിട്ടുണ്ട്. പാലക്കാട്ട് ഉറങ്ങിയവരുണ്ട്, കോഴിക്കോട്ട് അന്തിയുറങ്ങിയവരുണ്ട്, മലപ്പുറത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവർ ഈ നാട്ടിലെ ഭരണകൂടത്താൽ വേട്ടയാടപ്പെട്ട് ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ തെരുവീതികളിൽ, മലപ്പുറത്തെ തെരുവീതികളിൽ, പാലക്കാടിന്റെ തെരുവീതികളിലൂടെ ഈ നാടിന്റെ പ്രവർത്തകർ, ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരുടെ രക്തം ചാലിട്ടൊഴുകിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾ, ആ ത്യാഗങ്ങൾ, ആ ജയിലറകൾ, ആ രക്തങ്ങൾ സാക്ഷി നിർത്തി ഈ നാടിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥിക്കും പഠിക്കാനുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുന്നവരെ ഈ നാടിന്റെ തെരുവുകളിൽ ഈ പതാക പാറിപ്പറക്കുക തന്നെ ചെയ്യുമെന്ന് ഈ നാടിന് ഞങ്ങൾ
ഉറപ്പ് നൽകിയ ഭരണകൂടത്തിന്റെ ഇൻഡാസികൾ, ഭരണകൂടത്തിന്റെ ആക്രമണങ്ങൾ, ഭരണകൂടത്തിന്റെ ഇച്ഛകൾ അതെല്ലാം അറബിക്കടലിൽ ഒടുക്കും. ഞങ്ങൾ അതിനെ വകവെക്കില്ല. ഈ സമരമുഖത്ത്, ഈ തെരുവുകളിൽ ധീരമായി ഞങ്ങൾ നിലുറപ്പിക്കുക തന്നെ ചെയ്യും. എന്താ ഭരണകൂടം കരുതുന്നത്? എന്താണ് പോലീസ് കരുതുന്നത്? നിങ്ങൾ അനുമതി നിഷേധിച്ചാൽ സമരം അങ്ങില്ലാതാകുമെന്നോ? അനുമതി വാങ്ങിയൊക്കെ സമരം ചെയ്യുന്ന കാലം അങ്ങനെയുള്ള കൂട്ടർ, അവരെ മാത്രം കണ്ടവർ, അതൊന്നും ഈ പതാകയോടും ഈ പ്രസ്ഥാനത്തോടും വേണ്ട എന്ന് മലപ്പുറത്തെ പോലീസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തലേ ദിവസം ഒരു നോട്ടീസ് കൊടുക്കുക, അതെല്ലായിടത്തും പ്രചരിപ്പിക്കുക, സമരം നടത്താൻ വരുന്നവർ പിരിഞ്ഞു പോകണമെന്നൊക്കെ പറയാം. അതൊന്നും ഈ നാട് അംഗീകരിക്കില്ല. ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, ഇത് സത്യത്തിന് വേണ്ടിയുള്ള സമരമാണ്, ഇതൊരു നാടിന്റെ വികസനത്തിനും ഒരു നാടിന്റെ സാമാന്യ നീതിക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തെ അങ്ങനെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് ആരും കരുതണ്ട എന്നുകൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. മലപ്പുറത്തെ, പ്രത്യേകിച്ച് മലബാറിലെ മലപ്പുറം ജില്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ തോത് ഹയർ സെക്കൻഡറി സീറ്റിൽ മാത്രമാണോ? ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടികളുടെ കണക്കെടുക്ക്. നിങ്ങൾ തീവണ്ടികളുടെ കണക്കെടുക്കുമ്പോ 14ലധികം വരുന്ന തീവണ്ടികൾ മലപ്പുറം ജില്ലയിൽ നിർത്താതെ കൂകിപ്പാഞ്ഞു പോകും. തിരൂരിലൂടെയും കുറ്റിപ്പുറത്തു കൂടിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തീവണ്ടി എന്തേ തിരൂര് നിർത്താൻ മടി? എന്തേ കുറ്റിപ്പുറത്ത് നിർത്താൻ മടി? ഏറ്റവും അവസാനം കേരയിൽ വന്നു. കേരയിൽ ആകെ തുടങ്ങുന്നത് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഒരു ട്രെയിന്, ഒരു സംസ്ഥാനത്തുകൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ട്രെയിന്. ആ ട്രെയിനിനും ആ സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നില്ല. ആ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന, ഏറ്റവും കൂടുതൽ മനുഷ്യർ അധിവസിക്കുന്ന ഒരു ജില്ലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത്. എന്താ സ്റ്റോപ്പ് അനുവദിച്ചാൽ? ഏറി വന്നാൽ 2 മിനിറ്റ് വേണം. തിരൂരൊരു വണ്ടി നിർത്തുകയാണെങ്കിൽ 2 മിനിറ്റ് വേണം, 3 മിനിറ്റ് വേണം. പക്ഷേ അതിനെ അനുവദിക്കാൻ ഒരു 2 മിനിറ്റ് തിരൂരിൽ ട്രെയിനിനെ നിർത്താൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ സന്നദ്ധമാകുന്നില്ല. അങ്ങനെ ഒരു ഷെഡ്യൂളിനെ കേന്ദ്രീകരിക്കാൻ ഭരണകൂടങ്ങൾ സന്നദ്ധമാകുന്നില്ല. അപ്പോ ട്രെയിനിന്റെ കാര്യം എടുക്കുമ്പോൾ മലബാറിലേക്കുള്ള കൊടിയ വിവേചനത്തിന്റെ കണക്ക് നമ്മൾക്കറിയാൻ സാധിക്കും. ഇവിടെ നിന്ന് രാത്രി മലബാറും മാവേലിയും പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? നേരെ ബസ് കയറി തൃശ്ശൂരിൽ ഇറങ്ങും. തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിക്ക് ട്രെയിൻ ഉണ്ട്, 12:40 1 മണിക്കുണ്ട്, 2:15 3 മണിക്കുണ്ട്, 3:15 4 മണിക്കും 5 മണിക്കും ഒക്കെ ട്രെയിനാണ്. ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് ഒരറ്റത്തേക്ക് പോകേണ്ടുന്നവർ കാസർഗോഡ് മുതൽ ഇവിടെ മലപ്പുറം ജില്ല വരെ നിൽക്കുന്നവർ തൃശ്ശൂർ വരെ ബസ് കയറി വന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടുന്ന സാഹചര്യം. മലബാറും മാവേലിയും കഴിഞ്ഞ തെക്കോട്ടേക്ക് ട്രെയിനില്ല. ഇത് ട്രെയിനിന്റെ കാര്യത്തിൽ മാത്രമാണോ? വ്യവസായങ്ങളുടെ കാര്യമെടുക്ക് നിങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവസായശാല ഉണ്ടോ? ഒരു തീപ്പെട്ടിയെങ്കിലും ഈ മലപ്പുറത്ത് സർക്കാർ നിയന്ത്രണത്തിൽ നിർമ്മിക്കുന്ന ഒരു വ്യവസായശാലകൾ ഈ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടോ? ഇവിടെയുള്ള ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഈ ജില്ലക്കാകെയുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയേക്കാൾ കൂടുതൽ ചികിത്സക്ക് വേണ്ടി സമരം നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു താലൂക്ക് ആശുപത്രിയെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജാക്കി മാറ്റി. ഒരു ജില്ലയിലുള്ള ട്രെയിനിന്റെ ഗതാഗതത്തെ, ഒരു ജില്ലയിലുള്ള വ്യവസായത്തിന്റെ എണ്ണത്തെ, ഒരു ജില്ലയിലുള്ള ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന്റെ കേന്ദ്രത്തെ അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ല സവിശേഷമായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ വിവേചനത്തിന്റെ കണക്ക് ഈ നാടിന് മനസ്സിലാകും. ഏറ്റവും അവസാനം നിങ്ങൾ ഹയർ സെക്കൻഡറി സീറ്റ് മാത്രമാണ് പറയുന്നത്. ഇവിടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു ജില്ലയായ മലപ്പുറം ജില്ലയിൽ എയ്ഡഡ് മേഖലയിലോ ഗവൺമെന്റ് മേഖലയിലോ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലാത്ത ജില്ല അത് മലപ്പുറം ജില്ലയാണ്. ഇങ്ങനെ സർവത്രമായ വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല ഹയർ സെക്കൻഡറി സീറ്റിന്റെ കാര്യമെടുക്കുമ്പോൾ ആ വിവേചനത്തിന്റെ തോത് കൊടിയ ഭീകരമായ വിവേചനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഏറ്റവും അവസാനത്തെ കണക്ക് എങ്ങനെയാ?
52,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് വേണ്ടി സീറ്റിന് അപ്ലൈ ചെയ്തു. ഈ ജില്ലയിൽ ആകെയുള്ള സീറ്റ് എത്രയാ? 87,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പ്ലസ് വൺ സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഈ ജില്ലയിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 52,000 ചില്ലാനം. 25,000-ലധികം വരുന്ന 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥിക്ക് ഈ ജില്ലയിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ഈ ജില്ലയിൽ സിംഗിൾ വിൻഡോ ഏകജാലകത്തിൽ പ്രവേശനത്തിന് അപ്ലൈ ചെയ്ത് ഓരോ അലോട്ട്മെന്റ് വരുമ്പോഴും പാസ്വേഡ് അടിച്ച് തുറന്നു നോക്കുന്ന 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ, 25,000-ലധികം വരുന്ന വിദ്യാർത്ഥിക്ക് ഈ ജില്ലയിൽ പഠിക്കാനുള്ള അവസരങ്ങളില്ല. ഇത് സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. കോട്ടയം ജില്ലയിലേക്ക് പോയി നോക്ക് നിങ്ങൾ. അവിടെ ആകെ ജയിച്ച വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ പ്ലസ് വണ്ണിന് സീറ്റ്. പത്തനംതിട്ട ജില്ലയിൽ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിജയിച്ച വിദ്യാർത്ഥികളെക്കാൾ 2,000-ലധികം വരുന്ന സീറ്റ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ബാക്കി. എത്ര കൊടിയ വിവേചനം ഈ നാട്, എത്ര കൊടിയ ഭീകരമായൊരു വിവേചനം ഈ നാട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചകളാണ്, എന്ന അറിവുകളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറത്തെയും മലബാറിലെയും ഒരു ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ 65 വിദ്യാർത്ഥികളുണ്ട്. 65 വിദ്യാർത്ഥികൾ. നിങ്ങൾക്കറിയോ, 25 വിദ്യാർത്ഥികളില്ലാത്ത 41-ലധികം വരുന്ന ബാച്ച് ഈ സംസ്ഥാനത്തുണ്ട്. ഒരു ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികളില്ല. 12, 13, 14, 8, 7 ഒക്കെ അങ്ങനത്തെ 41-ലധികം വരുന്ന 41-ലധികം വരുന്ന സ്കൂളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. ഏതൊക്കെ ജില്ലകളിലാ? എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിലെ ക്ലാസ് മുറികളിൽ 65 പേരിരിക്കുകയും ഒരു ജില്ലയിലെ ക്ലാസ് മുറികളിൽ 8 പേരും 9 പേരും 12 പേരും ഇരിക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടായി? ഈ വിവേചനത്തെ ഈ തെരുവിൽ ചോദ്യം ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ ഈ സമരമുഖം നമ്മൾ തുറന്നത്. ഈ സമരമുഖത്തെ വിജയിപ്പിച്ചെടുക്കാനും നമ്മൾ തീരുമാനിച്ചത് ഈ വിവേചനത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഓരോ കണക്കിലെടുത്ത് പരിശോധിക്കുമ്പോഴും ഭീകരമായൊരു വിവേചനം ഈ ജില്ല അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ജില്ലയിൽ ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിലമ്പൂര് മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെയാണത്. കാരണം എന്താ? മന്ത്രിമാരിങ്ങനെ നിരന്നോടുക. ഇന്നിപ്പോ മുഖ്യമന്ത്രി ഉണ്ട് എന്നാണ് അറിയുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഉണ്ടായിക്കോട്ടെ. എന്താ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാണെന്നുള്ള അന്വേഷണത്തിലാണ്. മലപ്പുറം ജില്ലയുടെ തന്തയെ അന്വേഷിക്കുന്ന പണിയാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണെങ്കിലും ഐക്യമുന്നണിയാണെങ്കിലും നിലമ്പൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ല ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് ഞങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി സമരങ്ങൾ നടത്തി, മലപ്പുറം ജില്ലക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള മലപ്പുറം വിരുദ്ധത ഉൽപ്പാദിപ്പിച്ചു. UDF അതിനെ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ നാട്ടിലെ ഇടതുമുന്നണിയും ഐക്യമുന്നണിയും നിലമ്പൂരിൽ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ നാടിനോട് ചോദിക്കുന്നു, മലപ്പുറം ജില്ലയുടെ രൂപീകരണവും മലപ്പുറം ജില്ലക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ വിരുദ്ധതക്കെതിരെയും നിലപാട് സ്വീകരിക്കുന്ന മുന്നണികൾക്കെന്തേ നിലമ്പൂരിലെ 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാത്ത പ്രശ്നം നിലമ്പൂരിൽ പറയാൻ ധൈര്യമില്ലാതായത് എന്ന് ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾ ഈ നാടിനോട് വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരാണ് മലപ്പുറം ഉണ്ടാക്കിയത് എന്നുള്ള കഥയൊന്നും ഈ നാടിനോട് വിശദീകരിക്കേണ്ട. അതിൻ്റെ ചരിത്രവും അതിൻ്റെ പാരമ്പര്യവും അതെങ്ങനെ സാധ്യമായി എന്നതിൻ്റെ കഥയും ഈ നാടിന് നന്നായി അറിയാം. പക്ഷേ നിങ്ങൾ പറയേണ്ടുന്നത് ഈ ജില്ലയിൽ ഇപ്പോൾ 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. എന്തേ? മലപ്പുറം ജില്ലക്ക് വേണ്ടി സമരം നടത്തിയെന്ന് അവകാശപ്പെടുന്നവർ, മലപ്പുറം ജില്ലക്കെതിരെ രൂപപ്പെട്ടു വരുന്ന വംശീയതക്കെതിരെ സമരം നടത്തിയെന്ന് പറയുന്നവർ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുകയും ഈ വിഷയത്തിൽ സമരമുഖം തുറക്കുകയും ഈ വിഷയത്തിൽ ഈ തെരുവുകളില്ലാതിരിക്കുകയും ചെയ്യുന്ന കാപട്യം ഈ നാടിനോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കാപട്യത്തെ ഈ നാടിൻ്റെ തെരുവുകളിൽ വലിച്ചു കയറുക തന്നെ ചെയ്യും ഞങ്ങൾ എന്ന് ഈ നാടിനോട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. മറ്റൊന്ന്, നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു, നിങ്ങൾ അറിയേണ്ടുന്നത് സംസ്ഥാനത്ത് 11,832 സീറ്റ് സവർണ സംവരണത്തിൽ അപ്ലൈ ചെയ്യാത്ത ഹയർ സെക്കൻഡറി സീറ്റ് ഉണ്ട്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് EWS നടപ്പിലാക്കി, സവർണ സംവരണം നടപ്പിലാക്കി. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ
പിണറായി വിജയന്റെ ഭരണകൂടം അത് നരേന്ദ്രമോദി സർക്കാർ ആലോചിക്കുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ അതിനേക്കാൾ മുന്നേ തന്നെ നടപ്പിലാക്കി. എന്താ പറയുന്നത്? കേരളത്തിലെ സവർണ സമൂഹങ്ങളിൽ, ബ്രാഹ്മണ സമൂഹങ്ങളിൽ, നായർ സമൂഹങ്ങളിൽ പട്ടിണി കിടന്നുകൊണ്ടാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തം വിദ്യാർത്ഥികളിലെ, മൊത്തം ഉദ്യോഗങ്ങളിലെ, മൊത്തം തൊഴിലുകളിലെ 10% സവർണരിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. എന്ത് നാണം കെട്ട ഏർപ്പാടാണോ അത്? ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്നത് ബ്രാഹ്മണർ മാത്രമാണോ? ഈ നാട്ടിൽ പട്ടിണി എടുക്കുന്ന നായന്മാർ മാത്രമാണോ? ഈ നാട്ടിൽ പട്ടിണി എടുക്കുന്ന സവർണ സമൂഹം മാത്രമാണോ? എന്തേ സവർണ സമൂഹങ്ങൾക്ക് മാത്രം ഒരു 10% നീക്കിവെപ്പ്? ഞങ്ങൾ അന്നേ ഈ നാടിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സവർണ സംവരണത്തിന്റെ ഭരണഘടനാ വിരുദ്ധതയെ ഈ തെരുവിൽ ചോദ്യം ചെയ്താ നിങ്ങളെ നടപ്പിലാക്കി. ആയിക്കോട്ടെ, എന്താ സംഭവിച്ചത്? ഏറ്റവും അവസാനം 12,000 സീറ്റ്, 14,000 സീറ്റ് സവർണ സംവരണത്തിന് വേണ്ടി ഹയർ സെക്കൻഡറി സീറ്റ് മാറ്റിവെച്ചു. എന്താ സംഭവിച്ചതെന്നറിയോ? 11 ഇന്ന് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം 11,832 സീറ്റ് അപ്ലൈ ചെയ്യാൻ ആളില്ല. പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ 10% കണക്ക് കിട്ടിയത്? 10% ഒരു തെളിവും ഒരു കണക്കും ഒരു പിൻബലവും ഇല്ലാതെ നീക്കി വെച്ചിട്ട് ആ സീറ്റിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ ആർക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല, അത് ബാക്കി നിൽക്കും. എന്നിട്ട് ശിവൻകുട്ടി അവസാനം വന്നിട്ടൊരു പ്രഖ്യാപന, ഇവിടെ സംസ്ഥാനത്ത് സീറ്റുകൾ ബാക്കി തന്നെയാ. എങ്ങനെ ബാക്കിയായത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ 10% സവർണ സമൂഹങ്ങൾക്ക് വേണ്ടി മാത്രം ബാക്കി വെച്ചത്? ഇന്ന് ഇത്രയധികം മലപ്പുറത്ത് 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും 11,832 വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ മാറ്റാൻ പറ്റാതെ, റീഅലോക്കേറ്റ് ചെയ്യാൻ പറ്റാതെ സീറ്റുകൾ ബാക്കിയുണ്ട്. ഈ സാഹചര്യം വളരെ ഗുരുതരമാണ്. ഇത് നീതിക്കെതിരെ, നീതിയുടെ, സാമൂഹ്യ നീതിയുടെ, സാമാന്യ നീതിയുടെ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തെ ഒരു സംശയവും വേണ്ട ഈ തെരുവിൽ ചോദ്യം ചെയ്യുകയും ഈ തെരുവിൽ അതിനെതിരെ സംഘടിക്കുകയും ഈ നാടിന് അവകാശപ്പെട്ട നീതിയെ സാധിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നതുവരെയുള്ള ഈ പോരാട്ട മുഖത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരമുഖത്ത് അണിചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.